ഹലോ ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രാവൻകൂർ LDC എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ നിങ്ങളല്ലെങ്കിൽ കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ ഏതിൻ്റെയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് വളരെ പെട്ടെന്ന് പരീക്ഷ നടത്തി അതിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ പോയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിതാ ഒരു അടിപൊളി പുതിയൊരു കിടിലൻ നോട്ടിഫിക്കേഷനുമായിട്ട് ട്രാവൻകൂർ റെഡിയാണ്. അപ്പൊ ട്രാവൻകൂർ LDC പരീക്ഷ അതിന്റെ കൂടെ തന്നെ നമുക്കറിയാം LGS ഇതിന്റെ ലെവലിൽ തന്നെ ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇനി വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമ്മുടെ ട്രാവൻകൂർ ദേവസ്വം റെഡിയാക്കി കഴിഞ്ഞു. ഇനി അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുൻപ് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നതിനേക്കാൾ മുൻപ് തന്നെ നമ്മുടെ AZB അക്കാഡമി ഓൾറെഡി ട്രാവൻകൂറിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ട്രാവൻകൂർ LDCയുടെ സെക്കൻഡ് ബാച്ച് നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായ ടൈം ടേബിൾ പ്രകാരം നമ്മൾ നൽകുന്നുണ്ട്. ഡെയിലി അതുമായി ബന്ധപ്പെട്ട PDF നോട്ട്സ്, ക്ലാസ്സുകൾ ഓരോ 5 ദിവസം കൂടുമ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം LDC എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ട്രാവൻകൂർ എന്ന് പറയുന്ന LDC എന്ന് പറയുന്ന പോസ്റ്റിന് മുൻപ് വരെ 10th+ DC ആയിരുന്നു പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ആ ഒരു 10th എന്നുള്ളത് 12th ആക്കി മാറ്റിയിരിക്കുകയാണ്. 12th+ ബേസിക് കമ്പ്യൂട്ടർ നോളജ് ആണ് എന്ത് ചെയ്യുന്നത് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യുക, അങ്ങനെ അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. DCA വേണോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് ഗുരുവായൂർ നടന്നതിൽ +2 ലെവലാണ് LDCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നോർമൽ 10th ലെവലാണ് LDCക്ക് വരുന്നത്. പക്ഷെ ഇപ്പം 12th+ ബേസിക് കമ്പ്യൂട്ടർ നോളജ് എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം നിലവിൽ 124 ഒഴിവ് എന്ന് പറഞ്ഞാലും നമുക്ക് എന്തിരുന്നാലും അഡ്വൈസ് പോകുന്നത് അതിൽ കൂടുതൽ ഒഴിവുകളും കൂടുതലായിട്ട് അഡ്വൈസ് പോകാനുള്ള ചാൻസ് 100% നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ തവണ എന്തായിരുന്നു നമുക്ക് 56 ഒഴിവ് എന്തായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പരീക്ഷ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിൽ വന്നപ്പം ഏകദേശം 135 പേരുണ്ടായിരുന്നു. അതിലെല്ലാവർക്കും തന്നെ എന്ത് പോയിട്ടുണ്ട്, നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ത് ചെയ്തു, 1.5 വർഷമായിരുന്നു. 1.5 വർഷമായപ്പോഴത്തേക്കും റാങ്ക് പട്ടിക റദ്ദാക്കി. അപ്പൊ റാങ്ക് പട്ടിക റദ്ദാക്കിയതോട് കൂടിയിട്ട് എന്താണ്, പിന്നീട് പുതിയ റാങ്ക് ഇല്ല, അതായത് പുതിയ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവര് ഉടൻ തന്നെ എന്താണ് നോട്ടിഫിക്കേഷൻ വിടും. അപ്പം മുഖ്യ പട്ടികയിൽ മെയിൻ ലിസ്റ്റിൽ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നിയമന ശുപാർശ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വലിയൊരു ഹൈലൈറ്റ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് EWS, അതുപോലെ ഈഴവ, SC/SC, SC സപ്ലി, OBC, ധീവര, വിശ്വകർമ്മ, അങ്ങനെ ഓരോ വിഭാഗങ്ങളായിട്ടാണ് സംഭരണ വിഭാഗം വന്നിട്ടുള്ളത്. 2023 മെയ് 3 റാങ്ക് പട്ടിക നിലവിൽ വന്നത്. 2024 ഡിസംബർ 30 പട്ടിക എന്താക്കി, റദ്ദാക്കുകയും ചെയ്തു. അതിലൊരു ഹൈലൈറ്റ് എന്താടാ, നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന് എല്ലാവർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമുക്ക് റീസെൻ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഓൾറെഡി നിയമനം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള നില സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്താൽ മതി, അവർക്ക് റിലീസ് ചെയ്താൽ മതി. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി അടുത്ത് വരുന്നത്. നമുക്ക് ഈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എന്ത് ചെയ്യാൻ നിൽക്കരുത്, പഠിക്കാനായിട്ട് നിൽക്കരുത്. ഇനി നമ്മുടെ AZB അക്കാഡമി ട്രാവൻകൂർ LDCക്ക് വേണ്ടിയുള്ള ലോങ് ടേം ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുരുവായൂരിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നു. പെട്ടെന്ന് 3 മാസത്തിനുള്ളിലാണ് എക്സാം എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി നോട്ടിഫിക്കേഷൻ വന്ന് പതുക്കെ പഠിക്കാമെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വളരെ ശുദ്ധ മണ്ടത്തരമാണ്. ഇപ്പോഴേ മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങുക. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോഴ്സിന്റെ ലിങ്ക് വെച്ചിരിക്കാം, വേണ്ടവർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യം ഓർക്കണം, ഈ നമ്പറിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് ഇട്ട് തരണം, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മെന്ററിന് അലോട്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ. കുറേ പേര് പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അനങ്ങില്ല. പക്ഷെ നമുക്ക് അറിയണമെങ്കിൽ എന്താണ്, നിങ്ങൾ ആ പർച്ചേസിന്റെ ലിസ്റ്റ് റെസിപ്റ്റ് ഈ നമ്പറിലേക്ക് ഇട്ട് തരിക. ഇട്ട് മാത്രമാണ് നിങ്ങൾക്ക് മെന്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അലോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മൈ ഡിയേഴ്സ്, ഇന്നത്തെ നിങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. താഴെ ഗൂഗിൾ ഫോം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.